കരിപുരണ്ട മതമാണ് ലോകത്തെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കണമെന്നാണോ? അതാണോ? അല്ല, താങ്കൾ പ്രതികരിച്ചു. അല്ല, അതിന് മറുപടി പറഞ്ഞാൽ ഉടനെ മറ്റു രണ്ടാളുകളെ കൊണ്ട് സംസാരിച്ച് ചർച്ച അലങ്കോലപ്പെടുത്തലാണോ ജനാധിപത്യം എന്ന് പറയുന്നത്? RV ബാബു സാറ് 100% എനിക്കെതിരെ. ഞങ്ങൾ രണ്ട് വ്യത്യസ്ത ആശയക്കാരാണ്. അദ്ദേഹം പക്ഷെ ആ പറഞ്ഞതിൽ വിമർശനാത്മകമായിട്ട് എനിക്കുണ്ടെങ്കിലും ആ പറഞ്ഞതിന്റെ ഭാഷാശൈലി എത്ര മാന്യമാണ്, എത്ര തറവാടിത്തമാണ്. ഒരു മതത്തെ വിമർശിക്കുമ്പോഴും ഒരു ആശയത്തെ വിമർശിക്കുമ്പോഴും ഒരു പ്രവാചകനെ വിമർശിക്കുമ്പോഴും നമ്മൾ പരസ്പരം പാലിക്കേണ്ട ഒരു മാന്യത കുടുംബത്തിൽ നിന്ന് പഠിക്കും. അത് തറവാട്ട് മഹിമ ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ സംസാരിച്ചത്. ആ തറവാട്ട് മഹിമ ഇല്ലാത്ത ആളുകളുമായിട്ട് നമ്മളെ കൊണ്ടിരുത്തിയാൽ അത് വളരെ ദോഷം ചെയ്യും. അപ്പൊ എനിക്ക് തറവാട്ട് മഹിമയില്ല. അല്ല, താങ്കളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. താങ്കൾ ഉന്നതമായ ഒരു തറവാട്ട് മഹിമയുള്ള ആളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തറവാട്ട് മഹിമയെ കുറിച്ച് പറയുന്ന ആളുകളോട് എന്ത് പറയണമെന്ന മുഹമ്മദ് നബി പറഞ്ഞെന്നറിയോ? അത് ഞാൻ പറഞ്ഞുതരാം. മതി. തറവാട്ട് മഹിമയെ കുറിച്ച് പറയുന്നവരോട് എന്ത് ചെയ്യണമെന്നാ മുഹമ്മദ് നബി പറഞ്ഞത്? ഞാൻ പറഞ്ഞു. അത് വേറെ എവിടെയും പഠിപ്പിച്ചാൽ മതി. ഹദീസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു എന്താ മുഹമ്മദ് നബി പറഞ്ഞു. തറവാട്ട് മഹിമയെ കുറിച്ച് പറയുന്നവരോട് എന്ത് പറയണം മുഹമ്മദ് നബി പറഞ്ഞു. അല്ലാതെ മതം പഠിച്ചവർ മതം പറയട്ടെ. ഞാൻ RV ബാബു സാറിനോട് വളരെ സൗഹാർദ്ദപരമായിട്ട് ചില കാര്യങ്ങൾക്ക് മറുപടി പറയാൻ. അത് പറയും. തറവാട്ട് മഹിമ മാറ്റി വെക്കും. എനിക്ക് ശല്യം ചെയ്യരുത്. തറവാട്ട് മഹിമ മാറ്റി വെക്കൂ. അത് പറഞ്ഞ അതിന്റെ മറുപടി ഞാൻ പറയും. അത്രേ ഉള്ളൂ. കൊണ്ടുള്ള ഒരു കുഴപ്പമാണ്. അതാ പറഞ്ഞ തറവാട്ട് മഹിമയെ കുറിച്ച് പറഞ്ഞാൽ അതിന്റെ ബാക്കി മുഹമ്മദ് നബി പറഞ്ഞ് ഞാൻ പറയും. അതെന്നെ ഇവിടെ പറയിപ്പിക്കരുത്. അതിവിടെ പറഞ്ഞത് ഇത് മ്യൂട്ട് ചെയ്യേണ്ടി വരും. അതാണ് സെൻസർ ചെയ്യേണ്ടി വരും. പച്ചത്തെറിയാണ് മുഹമ്മദ് നബി പറഞ്ഞത്. പച്ചത്തെറിയാണ് മുഹമ്മദ് നബി വിളിച്ചത്. തറവാട്ട് മഹിമയെ കുറിച്ച് പറയുന്നതിനോട് എന്ത് പറയണം എന്നുള്ളത് ഞാൻ പറയണോ? എന്നാ ഞാൻ പറയാം. പച്ചയ്ക്ക് ഞാൻ പറയാം. ഇതാണ് ഈ ജന TV ഡിലീറ്റ് കളഞ്ഞാൽ മതി. ബൈറ്റ് യുവർ ഫാദേഴ്സ് പീനിസ് എന്നാണ് മുഹമ്മദ് നബി പറയാൻ പറഞ്ഞത്. ഓക്കെ, തറവാട്ട് മഹിമയെ കുറിച്ച് പറയുന്നതിനോട് പറയാൻ പറഞ്ഞത് ബൈറ്റ് യുവർ ഫാദേഴ്സ് പീനിസ്. പോയി വായിച്ച് പോയി പഠിക്കും. ഓക്കെ, ഇനി കാര്യത്തിലേക്ക് വരും. കാര്യത്തിലേക്ക് വരും ജലീൽ. സമയങ്ങളല്ലേ മുഹമ്മദ് നബി പറഞ്ഞ കാര്യം അറബിയിലുള്ളത് മലയാളത്തിൽ പറഞ്ഞ അതെങ്ങനെയാണ് ഇത് ആഭാസാവുക? അത് എന്റെ കുഴപ്പമാണോ? അത് മുഹമ്മദ് നബി എഴുതി വെച്ച എന്റെ കുഴപ്പമില്ല. എന്റെ പൊന്ന് ജലീൽ കോയ, അത് മുഹമ്മദ് നബി എഴുതി വെക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ഓക്കെ, അത് അറബിയിൽ എഴുതി വെക്കുമ്പോ എന്താ വലിയ സംഭവം? അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ പറയുമ്പോൾ അത് മോശമാവണത് എങ്ങനെയാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല മിസ്റ്റർ കോയ. പറയൂ, അതെങ്ങനെയാണ് പ്രശ്നമാവുക? തറവാട്ട് മഹിമയെ കുറിച്ച് പറയുന്നവനോട് പറയാൻ പറഞ്ഞത് ബൈറ്റ് യുവർ ഫാദേഴ്സ് പീനിസ്. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ അത് മുഹമ്മദ് നബി ചെയ്തതാണ്, ഞാൻ ചെയ്തതല്ല. എനിക്ക് തെളിവുണ്ടെങ്കിൽ വെക്കൂ. ഞാൻ വേണമെങ്കിൽ ഹദീസിലുള്ള തെളിവ് ഞാൻ വെച്ചുതരാം. മുഹമ്മദ് നബി എന്താ ചെയ്തെന്നുള്ളത്. കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ട ആളാണ് അതാ ഞാൻ പറഞ്ഞു. RSSകാരെ പറ്റിക്കാൻ ഒരു ആരിഫ് ഹുസൈനായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാനിവിടെ ഇരിക്കുന്നത് നിങ്ങൾ ഉത്തരം മുട്ടുന്നതിന് നിങ്ങൾ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് കാര്യമില്ല. മുഹമ്മദ് നബി പോയാ